മന്ത്രവാദവും ആഭിചാരവും നിയന്ത്രിക്കുന്നതിനുള്ള നടപടി എന്തെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച നിയമനിർമ്മാണം പരിഗണനയിലെന്ന് സർക്കാർ അറിയിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. മന്ത്രവാദവും ആഭിചാരവും സർക്കാർ എങ്ങനെ തടയുമെന്ന് വ്യക്തമാക്കണം. വിശദമായ സത്യവാങ്മൂലം 3 ആഴ്ചയ്ക്കകം നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഇലന്തൂരിൽ ഉൾപ്പെടെ നമ്മൾ ഇങ്ങനത്തെ പല ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടിരുന്നു. ഒറ്റപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറത്തേക്ക് കാര്യമായി വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം? ബിനിൽ, കേരള യുക്തിവാദി സംഘമാണ് ഇത്തരമൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. 2011 KT തോമസ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിരുന്നു. അതിൽ KT തോമസ് കമ്മീഷന്റെ ശുപാർശ തന്നെ ഈ മന്ത്രവാദവും അതുപോലെ ആഭിചാരവും തടയാൻ വേണ്ടി നിയമനിർമ്മാണം വേണം എന്നതായിരുന്നു. ഈ നിയമനിർമ്മാണം അടക്കമുള്ള ശുപാർശകൾ നടപ്പിലാക്കുന്നില്ല എന്നതായിരുന്നു ഹർജിക്കാരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും ഇതിൽ സർക്കാരിനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ നിയമനിർമ്മാണം പരിഗണനയിലാണ് എന്ന് വാക്കാൽ കോടതിയിൽ സർക്കാർ അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ നിയമനിർമ്മാണത്തിന് സർക്കാരിന് താല്പര്യമില്ല, അത്തരത്തിലൊരു പരിഗണന വിഷയമില്ല, നിയമനിർമ്മാണം നടത്തേണ്ടതില്ല എന്ന് മന്ത്രിസഭ തീരുമാനിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ഇത് ഹൈക്കോടതിക്ക് അതൃപ്തി ഉണ്ടാക്കുകയും ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള മന്ത്രവാദത്തെ സർക്കാർ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ ബില്ല് സൂചിപ്പിച്ചതുപോലെ എലന്തൂർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇതിനെ തടയിടുന്നത് എന്ന് അറിയിക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ സത്യവാങ്മൂലം 3 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ മന്ത്രവാദവും അല്ലെങ്കിൽ ഈ ആഭിചാരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് നിയമനിർമ്മാണം മാത്രമേ പരിഹാരമുള്ളൂ എന്നതായിരുന്നു KT തോമസ് കമ്മീഷന്റെ ശുപാർശ. അത് നടപ്പിലാക്കണ്ട എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചത്. പിന്നെ ഈ സർക്കാർ ഇതെങ്ങനെയാണ് തടയുന്നത് എന്ന് അറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശമാണ്. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മന്ത്രവാദവും ആഭിചാരവും നിയന്ത്രിക്കാൻ ഉള്ള ഒരു ഇടപെടലാണ്. സർക്കാർ എങ്ങനെ തടയുമെന്ന് വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം.